ഒരു നീറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയായിരുന്നു സൂക്ഷ്മദർശിനി. സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ സംതിങ് യൂണീക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണെന്നൊരു തോന്നലുണ്ടായിരുന്നു. അതിന്റെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആ തോന്നൽ വെറുതെ ആയില്ല. നല്ല രീതിയിൽ തന്നെ ആ സിനിമ എന്താണോ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഡെലിവറി ആയിട്ട് ഇതിന്റെ എൻറ്റയർ ക്രൂവിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള MC ജിതിൻ, അദ്ദേഹത്തിന്റെ മുമ്പത്തെ മൂവി ആയിട്ടുള്ള നോൺസെൻസ് 2018 റിലീസായ മൂവി നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടിട്ട് OTT-ലൊക്കെ വന്ന സമയത്ത് കണ്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവി തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സെക്കൻഡ് മൂവിയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമ തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എൻഡിങ് പോയിന്റ് വരെയുള്ള പല ടേൺ ഓഫ് ഈവൻസിനും എവിടെ എങ്ങനെ പക്കയായിട്ട് ഒരു പ്ലേസ് ചെയ്യാം, ആ ഒരു സീനിനെ കൊണ്ട് പ്ലേസ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയോട് കൂടിയിട്ടാണ് സിനിമ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു നസ്രിയയുടെ പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില സംഭവങ്ങൾ. ആൻഡ് ആ ഒരു ക്യാരക്ടർ വളരെയധികം ക്യൂട്ട് ആൻഡ് എനർജറ്റിക് ആണ്. നസ്രിയയുടെ മുമ്പത്തെ മൂവീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു രീതി. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ പല കാര്യങ്ങളും വളരെയധികം ഒബ്സർവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എന്നുള്ള ഒരു രീതിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ പറയേണ്ടത് ബേസിലിന്റെ മാനുവൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ബേസിലിന്റെ മുമ്പത്തെ മൂവീസ് നമ്മൾ അദ്ദേഹത്തിന്റെ മൂവീസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരല്പം കോമഡി ആയിട്ടും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എൻ്റെ സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജയ് ഹേലൊക്കെയുള്ള ഒരു ക്യാരക്ടർ. ആൻഡ് ഇതിലേക്ക് വന്നാൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംതിങ്, ഇത് എത്രത്തോളം അത്ര ഓക്കെ അല്ലാത്തൊരു ക്യാരക്ടർ ആണല്ലോ എന്നുള്ള ഒരു തോന്നല് കാണുന്ന പ്രേക്ഷകനെ കറക്റ്റ് ആയിട്ട് തോന്നിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസിലൂടെ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട് പിന്നീടുള്ള ആ ഒരു സിനിമയുടെ ജേണി, പല സീനുകളുടെയും ബിൽഡപ്പ്, അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡിൽ നടക്കുന്ന ഒരു സംഭവങ്ങൾ, അവിടെയുള്ള പല വീട്ടുകാര്, അവിടെയുള്ള വീട്ടിലേക്ക് ഒരു താമസക്കാർ വരുന്നു എന്നുള്ള രീതിയിൽ പടം തുടങ്ങി പിന്നീട് ഉണ്ടാവുന്ന ചില അൺഎക്സ്പെക്ടഡ് ടേൺ ഓഫ് ഈവൻസും അതിന്റെ ഒപ്പം ഓരോ സീൻ ബൈ സീനും അതിന്റെ ആ ഒരു സീൻ ബിൽഡപ്പ്, ഈ ഒരു സീനിൽ ഇപ്പൊ എന്താണ് ഉണ്ടാവുക എന്നുള്ള ഒരു പ്രോപ്പർ ഐഡിയയോട് കൂടിയിട്ടാണ് സിനിമയുടെ ആ ഒരു സ്റ്റോറി പിന്നീട് പ്രോഗ്രസ് ചെയ്യുന്നത്. അത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാക്ടർ തന്നെയാണ്. കാരണം കാണാനിരിക്കുന്ന പ്രേക്ഷകന് ഈ ഒരു ജേണർ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണറിൽ എടുക്കുന്ന ഈ പടത്തിൽ എന്തൊക്കെ വേണം എന്നുള്ള ഒരു കയ്യൊതുക്കത്തോട് കൂടിയിട്ടാണ് ചെയ്തേക്കണേ എന്നുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള ചമൻ ചാക്കോ ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഡ്യൂറേഷന് വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ ഒരു വർക്കില് സിനിമ തുടങ്ങിയിട്ട് ഇങ്ങനെ അവസാനിക്കുന്നത് വരെ എവിടെ എന്താണ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വെച്ചാൽ അതൊരു അല്പം ലാഗ് അടിക്കും എന്നുള്ള ഐഡിയയിലൂടെ കറക്റ്റായിട്ട് എവിടെ എന്ത് സീൻ കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രോപ്പർ എഡിറ്റിംഗ് ഈ സിനിമയിൽ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക് ആൻഡ് ഇറ്റ് ഈസ് നൈസ്. പല സീനുകളിലും കൊണ്ടുവച്ചിട്ടുള്ള ചില ഒരു BGM-ഉം, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ കൊണ്ടുവച്ചിട്ടുള്ള ചില ആ ഒരു BGM ആൻഡ് ആ ഒരു സ്കോറിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ സിനിമേനെ ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യുന്നതിൽ വലിയൊരു പങ്കുവച്ച മറ്റൊരു കാര്യം കൂടിയാണ് ഈ സിനിമയുടെ മ്യൂസിക്. ആൻഡ് മറ്റുള്ള സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥ് ഭരതന്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത്യാവശ്യം നൈസ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് മറ്റുള്ള എല്ലാവരും അവരവരുടെ റോളുകളൊക്കെ നന്നായി ചെയ്തു. ഒരാൾ പോലും ഈ സിനിമയിൽ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ വേണ്ടായിരുന്നു എന്ന് എവിടെയും തോന്നിയിരുന്നില്ല. നല്ല ഒരു കറക്റ്റ് ആയിട്ടുള്ള എല്ലാം കൊണ്ടും ഇപ്പോ ഈ ഒരു സെക്ഷൻ ഇത്രത്തോളം ഇങ്ങനെ ഉണ്ട്, ഇത് നന്നായി വന്നിട്ടുണ്ട്, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും വളരെ കറക്റ്റ് അളവിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ഒപ്പം കുറച്ച് കോമഡി, ചില സീനുകൾ സിറ്റുവേഷണൽ കോമഡീസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് കോമഡി അല്ല, എന്തായാലും നല്ലൊരു തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ് സൂക്ഷ്മദർശിനി. ഇങ്ങനെയുള്ള ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. ഓവറോൾ ഒരു നല്ലൊരു മൂവി എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നല്ലൊരു പക്കാ മൂവി എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക, കാണാത്തവർ എന്തായാലും കാണുക.